ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഗ്രേവിൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു പിടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അതിനാവശ്യമായിട്ട് ഞാൻ അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ് 3/4 ഗ്ലാസ്സാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ എടുക്കാവുന്നതാണ്. ഇനി 3/4 ബൗൾ തേങ്ങയും കൂടി, ചിരകിയ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കാം. കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൈകൊണ്ട് ചെയ്യുമ്പോൾ തേങ്ങയും അരിപ്പൊടിയും കൂടി നല്ല മിക്സ് ആകും. അപ്പം അങ്ങനെ എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, പിന്നെ 1 സ്പൂണ് ജീരകം. ഇതെല്ലാം കൂടി ചതച്ച് കൊണ്ടുവരാം നമ്മൾക്ക്. ഇത് ചതച്ചിട്ട് ഞാൻ ഈ തിളപ്പിച്ച വെള്ളത്തിലോട്ടേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3/4 ഗ്ലാസ് അരിപ്പൊടിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ചൂടോടെ തന്നെ കുറച്ചായിട്ട് ഈ അരിപ്പൊടിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിക്കാൻ പാടില്ല. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഉരുളകളാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചൂടോടുകൂടി തന്നെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും മാവ് ഉരുളകളാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആറി തണുത്തതിന് ശേഷം നമ്മൾക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. കയ്യിൽ ഒന്ന് ചൂട് അറിയാതിരിക്കാൻ വേണ്ടി കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാം കൂടി കൈയിനെ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി മാവ് കുറച്ച് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു 2 മിനിറ്റ് അവിടെ വെച്ചിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾക്ക് ഓരോ ഉരുളകളാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചെറിയ ഉരുളകളായി എടുക്കുന്നതാണ് നല്ലത്. നല്ല വേഗം വെന്ത് കിട്ടും. ഇപ്പം നെല്ലിക്ക വലുപ്പത്തിൽ ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുക്കാം. ഏകദേശം ഞാൻ 3/4 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത്. അതിന് ഒരു 10-45 ഉരുളകളോളം നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാം ഞാൻ ഉരുളകളാക്കി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി വന്ന മാവ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് ഇതിലോട്ടേക്ക് ചേർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ഇതാ കണ്ടില്ലേ, ഇത്ര മാവ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. പിന്നെ ആ ബാക്കി വന്ന മാവുണ്ടല്ലോ അത് ഇതിലോട്ടേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഇത് വെള്ളമായിട്ട് മിക്സ് ചെയ്യാം. നല്ല പോലെ ഒന്ന് ഇതിങ്ങനെ കലക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു മാവായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിനുശേഷം ഒരു പാനിലോട്ടേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചും ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങയുടെ പാലായിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
അതിനുശേഷം ഈ ഉരുളകളാക്കിയതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഈ ഉരുളകൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തിളയ്ക്കാതെ ഇട്ട് കൊടുക്കരുത്. തിളയ്ക്കാതെ ഇട്ട് കൊടുത്താൽ ഈ ഉരുളകളൊക്കെ അതിൽ തന്നെ അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഈ ഉരുളകളൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നേരത്തെ അരിപ്പൊടി കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നല്ല പോലെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. എന്നതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ ഇളക്കി കൊടുത്താൽ ഉരുളകളൊക്കെ എല്ലാം പൊട്ടിപ്പോവും. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, പതുക്കെ ഇളക്കി കൊടുക്കുക. കാരണം വെച്ചാൽ അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ, മാവല്ലേ. അപ്പോൾ പിന്നെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മാവ് മിക്സിങ്, അപ്പോൾ അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ അത് തിക്കായിട്ട് വരാൻ വേണ്ടിയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് ഇനി 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റോളമായി. ഇനി നമ്മൾക്ക് ഇത് തുറന്നു നോക്കാം. കണ്ടില്ലേ, എൻ്റെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടിയോ ചിക്കൻ ഗ്രേവിയുടെ കൂടിയോ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടില്ലേ, ഇരിക്കും തോറും ഇത് പിന്നെ തിക്കായിട്ട് വരും, നല്ല കുറുകി വരും. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.